നമസ്കാരം. ഞാൻ ഡോക്ടർ ബീന. എൻ്റെ അറിയാതെ പോകരുത് എന്ന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ പ്രതിസന്ധികൾ അതിജീവിക്കാനുള്ള ചങ്കൂറ്റം നമുക്കെങ്ങനെ നേടാം എന്ന് ചിന്തിക്കാം. പ്രതിസന്ധികൾ എന്താണ് എന്ന് നമുക്ക് ആദ്യം ചിന്തിക്കാം. പ്രതിസന്ധികൾ എന്ന് പറയുന്നത് ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വരികയും നമ്മെ പരീക്ഷിക്കുകയും ചെയ്യുന്ന പ്രയാസകരമായ അവസ്ഥയാണ്. പ്രതിസന്ധികളുടെ സ്വഭാവം എന്തൊക്കെയാണ്? വളരെ അപ്രതീക്ഷിതം ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഒരിക്കലും കരുതാത്ത സമയത്ത് അത് വരുന്നു. നിയന്ത്രിക്കാനാകാത്തതാണ്. നമുക്ക് നിയന്ത്രണത്തിനും പുറത്തുള്ള കാരണങ്ങൾ കൊണ്ടും പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. നമ്മുടെ ക്ഷമ, ധൈര്യം, വിശ്വാസം, കഴിവ് എന്നിവയെ അത് പരീക്ഷിക്കുന്നു. പ്രതിസന്ധികൾ ശരിയായി നേരിട്ടാൽ നമ്മെ കൂടുതൽ ശക്തനും ബുദ്ധിമാനും ആക്കി അത് മാറ്റും. പ്രതിസന്ധികളുടെ വിവിധ തരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രോഗം, ജോലി നഷ്ടം, പ്രണയത്തിലെ തകരാർ, കുടുംബകലഹം ഇവയൊക്കെ വ്യക്തിഗത പ്രതിസന്ധികളാണ്. ദാരിദ്ര്യം, അനീതി, സാമൂഹിക വിവേചനം, യുദ്ധം തുടങ്ങിയവ സാമൂഹിക പ്രതിസന്ധികളാണ്. പ്രളയം, ഭൂകമ്പം, വരൾച്ച, മഹാമാരി എന്നിവ പ്രകൃതി ദുരന്തങ്ങൾ ആയിട്ട് വരുന്നു. ആത്മവിശ്വാസക്കുറവ്, നിരാശ, കുറ്റബോധം, ജീവിതാർത്ഥം നഷ്ടപ്പെടൽ എന്നിവ ആന്തരിക പ്രതിസന്ധികളാണ്. പ്രതിസന്ധികൾ നമ്മളെ പഠിപ്പിക്കുന്നതെന്ത്? നാം കരുതുന്നതിലും ശക്തരാണ്, ധൈര്യമുള്ളവരാണ് എന്ന് നാം പിന്നീട് മനസ്സിലാക്കുന്നു. ഏറ്റവും ഇരുണ്ട സമയത്ത് പോലും ഒരു പ്രതീക്ഷ ഉണ്ടാകുകയും സ്വയം വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുന്നു. പ്രതിസന്ധികൾ നമ്മെ വീണെടുത്ത് നിന്നും ഉയരാൻ പഠിപ്പിക്കുന്നു. മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാനും കരുണയുള്ളവരാകാനും കഴിയുന്നു. ചുരുക്കത്തിൽ പ്രതിസന്ധി എന്നാൽ ജീവിതം ചോദിക്കുന്ന വലിയൊരു ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം കണ്ടെത്തുന്ന യാത്രയിൽ തന്നെയാണ് നമ്മൾ കൂടുതൽ പക്വതയുള്ളവരും ബലമുള്ളവരുമായി മാറുന്നത്. പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ചങ്കൂറ്റം ഒരു ദിവസം കൊണ്ടോ ഒരു പുസ്തകം വായിച്ചതുകൊണ്ടോ നമുക്ക് കിട്ടുന്നില്ല. അത് ജീവിത പരിചയങ്ങളും മനസ്സിൻ്റെ പരിശീലനവും കൂടി സാവധാനം രൂപപ്പെടുന്ന ശക്തിയാണ്. മനസ്സിൻ്റെ ചങ്കൂറ്റം എങ്ങനെ വളർത്തിയെടുക്കാം? മനസ്സിൻ്റെ അടിത്തറ ശക്തിപ്പെടുത്തുക. എന്തിന് എനിക്ക് മാത്രം ഇത് സംഭവിച്ചു എന്ന ചിന്തയ്ക്ക് പകരം ഇത് സംഭവിച്ചു, ഇനി ഞാൻ എന്ത് ചെയ്യും, അതിന് എൻ്റെ പോംവഴി എന്ത് എന്ന് ചിന്തിക്കുക. നമുക്ക് നേരെ വരുന്ന കാര്യങ്ങളെ സ്വീകരിക്കലാണ് ആദ്യം ചെയ്യേണ്ടത്. ഓരോ പ്രതിസന്ധിയിലും ഒരു പാഠമോ ഒരു അറിവോ നമുക്കുണ്ടാകുന്നു, അത് കണ്ടുപിടിക്കുക. മാനസിക ശക്തി വർദ്ധിപ്പിക്കുന്ന ദിനപരിശീലന കാര്യങ്ങൾ ചെയ്യുക. ദിവസം ഒരു 5 തൊട്ട് 10 മിനിറ്റ് വരെ മെഡിറ്റേഷൻ ചെയ്യുക. പോസിറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക് നടത്തി എനിക്കിത് കഴിയില്ല എന്ന് പറയാതെ അതിനെ ഞാൻ മുന്നോട്ട് പോകാൻ ശ്രമിക്കും എന്നാക്കുക. വിഷമകാലത്തെ ചിന്തകൾ എഴുതി വെക്കുക. പിന്നീട് വായിക്കുമ്പോൾ നമ്മുടെ വളർച്ച എത്രയാണെന്ന് നമുക്ക് മനസ്സിലാകും. നിയമിത വ്യായാമം ശാരീരിക ആരോഗ്യവും മനസ്സും കരുത്തും നൽകുന്നു. ഉചിതമായ ഭക്ഷണവും ഉറക്കവും നമുക്ക് കൂടുതൽ കരുത്ത് നൽകുന്നു. ക്ഷീണിതമുള്ള മനസ്സ് വേഗത്തിൽ നമ്മെ തളർത്തി കളയുന്നു. സുഹൃത്തുക്കൾ, കുടുംബം, മെൻറ്റർ അല്ലെങ്കിൽ കൗൺസിലർ, ആശ്രയിക്കാവുന്ന ആരെയെങ്കിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. സഹായം ചോദിക്കുന്നത് ദൗർബല്യമല്ല, അതൊരു മാനുഷിക പരിഗണന മാത്രമാണെന്ന് മനസ്സിലാക്കുക. പ്രതിസന്ധി നേരിടുന്ന നൈപുണ്യങ്ങൾ പഠിക്കുക. പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് വളർത്തുക. പ്രശ്നത്തെ ചെറിയ ഘട്ടങ്ങളായി ഓരോന്നായി കൈകാര്യം ചെയ്യുക. സാഹചര്യങ്ങൾ മാറുമ്പോൾ പദ്ധതിയും മാറാൻ പഠിക്കുക. ഭയം കൊണ്ടല്ല, വികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുക. ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക. വലിയ പ്രശ്നം നേരിടുമ്പോൾ ചെറിയ വിജയങ്ങൾ പോലും ആത്മവിശ്വാസം നമുക്ക് നൽകുന്നു. ഓരോ ഘട്ടവും താണ്ടുമ്പോഴും ഞാൻ മുന്നോട്ട് പോകുന്നു എന്ന് കരുതുക. ഒരു ഇരുമ്പ് ചൂടാക്കാതെ അത് വളയില്ല. അതുപോലെ മനുഷ്യനും വെല്ലുവിളികളില്ലാതെ വളരുകയില്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പ്രതിസന്ധി നമ്മെ തകർക്കാനല്ല, വളർത്താനാണ് എന്നും ചിന്തിക്കുക. ധാരാളം ജീവിതാനുഭവങ്ങളുള്ളൊരു വ്യക്തി എന്ന നിലയിൽ പ്രതിസന്ധികൾ വരുമ്പോൾ മനോധൈര്യം നഷ്ടപ്പെട്ടാൽ എങ്ങനെയാണത് ജീവിതത്തെ ബാധിക്കുന്നത്, എങ്ങനെ ചങ്കൂറ്റത്തോടെ നേരിടണം എന്ന് പല ഘട്ടങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളോടിതെല്ലാം ഞാൻ പങ്കിടുന്നത്. അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെയും നന്ദി, നമസ്കാരം.